തിരക്കിൻ്റെ കവലകളിൽ നിന്ന്, നഗരത്തിൻ്റെ ബഹളങ്ങളിൽ നിന്ന് ഒരു സ്വപ്നത്തിലെന്ന പോലെ നമ്മൾ ഉയരുകയാണ്. ഇവിടം ഹൈദരാബാദിൻ്റെ മണ്ണ്, ആത്മീയതയുടെ താളത്തിൽ മൗനം പാടുന്ന പുണ്യഭൂമി പഹാഡി ഷെരീഫ്. ഇവിടെ കല്ലുകൾക്ക് പോലും നൂറ്റാണ്ടുകളുടെ ചരിത്രവും ഭക്തിയും പറയാനുണ്ട്. ഈ ചരിത്രം കേവലം ഒരു സ്ഥലത്തിൻ്റെതല്ല, അതൊരു ദിവ്യസഞ്ചാരത്തിൻ്റെ കഥയാണ്. ഇറാഖിലെ ബഗ്ദാദിൽ നിന്ന്, സൂഫിസത്തിൻ്റെ ഉന്നത ശൃംഗങ്ങളിൽ നിന്ന് ഹസ്രത്ത് ബാബ ഷറഫുദ്ദീൻ സുഹ്റവർദി എന്ന ദീപ്ത തേജസ് കാലുകൾ നടന്ന് ദക്ഷിണേന്ത്യയിലേക്ക് എത്തി. സത്യം തേടിയുള്ള ആ യാത്ര താണ്ടിയത് ഭൂമിശാസ്ത്രപരമായ ദൂരങ്ങളെക്കാൾ എത്രയോ വലുതാണ്. അദ്ദേഹം ഈ മലമുകൾ തിരഞ്ഞെടുത്തു. എന്തുകൊണ്ടെന്നാൽ ആത്മാവിന് സംസാരിക്കാൻ ഏകാന്തതയാണ് ഏറ്റവും നല്ല വേദി. കരിങ്കല്ലുകൾ നിറഞ്ഞ ഈ ഭൂമിയിൽ അദ്ദേഹം തപസ്സും ധ്യാനവും കൊണ്ട് ആത്മീയതയുടെ വിളക്ക് കൊളുത്തി. അദ്ദേഹത്തിൻ്റെ ഓരോ നിശ്വാസവും ഈ മലയുടെ അന്തരീക്ഷത്തെ ശുദ്ധീകരിച്ചു. അതുകൊണ്ടാണ് ഈ മലമുകൾ കേവലം പാറക്കൂട്ടങ്ങൾ അല്ലാതായി തീർന്നത്, മറിച്ച് ദിവ്യാനുഗ്രഹത്തിൻ്റെ പ്രഭവ കേന്ദ്രമായത്. അദ്ദേഹത്തിൻ്റെ കറാമത്തുകൾ കഥകളായി പരന്നപ്പോൾ ഈ മലയുടെ പേര് പ്രത്യാക്ഷയുടെ മറുപേരായി മാറി. ജാതി മതഭേദമില്ലാതെ സമാധാനത്തിനായി ദാഹിച്ചവർ ആ ജ്ഞാനപ്രകാശത്തിലേക്ക് ഒഴുകിയെത്തി. ഇന്നും അദ്ദേഹത്തിൻ്റെ ദർഗ ഇവിടെ നിലകൊള്ളുന്നത് ആ സൂഫിവര്യൻ്റെ നിത്യസാന്നിധ്യത്തിൻ്റെ അനശ്വര മുദ്രയായിട്ടാണ്. പഹാഡി ഷെരീഫിലേക്കുള്ള ഓരോ പടവും ലൗകിക ജീവിതത്തിൽ നിന്ന് ആത്മീയ ലോകത്തേക്കുള്ള ഒരു പടിക്കയറ്റമാണ്. ഓരോ ചുവടിലും നമ്മൾ നമ്മുടെ ഭാരം താഴെയിടുന്നു. ശാരീരികമായ ക്ഷീണം അപ്രത്യക്ഷമാവുകയും ആത്മാവ് പ്രകാശത്താൽ നിറയുകയും ചെയ്യുന്നു. ഇത് വെറും തീർത്ഥാടനമല്ല, അഹംഭാവത്തിൽ നിന്ന് വിനയത്തിലേക്കുള്ള മാനസാന്തരമാണ്. മലമുകളിൽ പണിത ആ പള്ളി ഭരണാധികാരികളുടെ വെറുമൊരു നിർമ്മിതിയല്ല, അത് ഭക്തിയുടെ കവിതയാണ്. മലയുടെ നെറുകയിൽ ആകാശത്തോട് കിന്നാരം പറഞ്ഞു നിൽക്കുന്ന ആ മിനാരങ്ങൾ ഈ മണ്ണിൻ്റെ ആത്മാവ് ദൈവത്തോട് നടത്തുന്ന സംഭാഷണത്തിൻ്റെ സാക്ഷ്യപത്രമാണ്. ഇവിടെ നിന്ന് നഗരം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ചുരുങ്ങിക്കിടക്കുന്നത് കാണാം. ആ കാഴ്ച നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്ന് മാത്രം: യഥാർത്ഥ ശാന്തി ഈ ഉയരത്തിലാണ്. ബാബ ഷറഫുദ്ദീൻ ഇവിടെ നമുക്കായി തുറന്നു വെച്ചത് ചരിത്രത്തിൻ്റെ ഒരു വാതിൽ മാത്രമല്ല, അത് നമ്മുടെ അകത്തേക്കുള്ള വാതിലാണ്. ഇവിടെ എത്തുന്ന ഓരോ വിശ്വാസിയും അടങ്ങുന്നത് മനസ്സിൽ മായാത്ത ശാന്തതയുടെയും ആത്മാവിൽ ഒരു പുതിയ വെളിച്ചത്തിൻ്റെയും ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെയും സന്ദേശവുമായിട്ടാണ്.